ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ ലോകത്തിന്റെ നായകൻ എങ്ങനെയെന്ന് റസൂലുള്ള എന്നറിയോ? എന്തുകൊണ്ടാണ് മുഅ്മിനിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നതെന്നറിയോ? എന്റെ ഉമ്മത്തേ, എന്റെ സമുദായമേ, നിങ്ങളിൽ ഒരാൾ പോലും നരകത്തിന്റെ ഒക്കത്ത് നിന്നാൽ, നിങ്ങൾ ഒരാൾ പോലും സ്വർഗത്ത് കയറാതെ മാറി നിന്നാൽ, ആ സ്വർഗം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ ലോകത്തിന്റെ ഒരേ ഒരു നേതാവ് അല്ലാഹുവേ, എന്റെ ഉമ്മത്തിൽ നിന്ന് ഒരാൾ നരകത്ത് വീണാൽ എനിക്ക് ആ സ്വർഗത്ത് പ്രവേശിക്കണ്ടെന്ന് പറഞ്ഞ ലോകത്തിന്റെ നേതാവ് നമുക്ക് വേണ്ടി പൊട്ടിക്കരയാൻ, അല്ലാഹുവിന്റെ മുമ്പിൽ നമുക്ക് വേണ്ടി, നീതിക്ക് വേണ്ടിയിട്ട്, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, നമ്മുടെ വിജയത്തിന് വേണ്ടിയിട്ട് സ്വന്തം റൂഹിന്റെ വേദന പോലും ഏറ്റെടുക്കാൻ തയ്യാറായ പ്രവാചകനാ. സഹോദരങ്ങളെ, സഹോദരങ്ങളെ, അസ്റായീൽ വന്നു പറഞ്ഞല്ലോ നബിയേ, അങ്ങയുടെ റൂഹ് പിടിക്കാൻ പോവുകയാണ് നബിയേ. അസ്റായീലിനോട് അല്ലാഹു പറഞ്ഞു, അസ്റായീൽ ഖഫിഫ് യാ അസ്റായീൽ, മെല്ലെ പിടിക്ക്, എന്റെ റൂഹ് മെല്ലെ പിടിക്ക് അസ്റായീൽ. ഇല്ല നബിയേ, ഇതിനേക്കാൾ മെല്ലെ ഒരു റൂഹ് ഞാൻ പിടിച്ചിട്ടില്ല നബിയേ. ഇതിനേക്കാൾ ആശ്വാസത്തോടെ ഒരു റൂഹ് ഞാൻ പിടിച്ചിട്ടില്ല നബിയേ. ആനന്ദതുന്തിലവും ആഹ്ലാദജനികവും പരമപ്രധാനവും പരമപരിശുദ്ധവുമായ പരിശുദ്ധമായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ടാടുന്ന പരിശുദ്ധമായ പ്രഥമ വസന്തം റബീഉൽ അവ്വൽ. ലൗലാക ലൗലാക ലമ്മാ ഖലഖ്തുൽ അഫ്ലാഖ്. നബിയേ, അങ്ങയെ പടച്ചില്ലായിരുന്നെങ്കിൽ ഈ ചക്രവാള സീമകളൊന്നും ഞാൻ പടക്കില്ലായിരുന്നു നബിയേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന്റെ പ്രവാചകനെ വിളിച്ചു പറഞ്ഞ അല്ലാഹുവിന്റെ റസൂൽ. ഞാനും നിങ്ങളും മാത്രമല്ല, ആകാശഭൂമികളടക്കം സൂര്യഗോള ചന്ദ്ര നക്ഷത്രാദികളടക്കം ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം സൃഷ്ടിക്കാൻ കാരണക്കാരനായിട്ട് കടന്നു വന്ന ലോകത്തിന്റെ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ ഇല്ലെങ്കിൽ നമ്മളില്ല സഹോദരങ്ങളെ. ആ ഹബീബായ നബി, പരിശുദ്ധമായ റബീഉൽ അവ്വലിൽ നാം എല്ലാം പാടി പുകഴ്ത്തുന്ന അല്ലാഹുവിന്റെ റസൂൽ, അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുഅ്മിൻ എന്ന നിലയ്ക്ക്, ഒരു വിശ്വാസി എന്ന നിലയ്ക്ക്, ഒരു മുഅ്മിനിന്റെ ഹൃദയത്തിൽ സന്തോഷത്തിന്റെ, ആനന്ദത്തിന്റെ ഏറ്റവും വലിയ രൂപഭാവം നിറയുന്ന ഒരു വല്ലാത്ത അസുലഭ മുഹൂർത്തം. ലോകത്തിന് കാരുണ്യമായിട്ടല്ലാതെ അങ്ങയെ നാം പടച്ചിട്ടില്ല നബിയേ എന്ന് ലോകത്തിന്റെ മുഖത്ത് നോക്കി അല്ലാഹു ഈ പ്രപഞ്ചത്തിനോട് പറഞ്ഞ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ആ റസൂലുള്ളാഹിന്റെ ജന്മദിനം നമ്മിലേക്ക് സമാഗതമാവുകയാണ്. എത്ര പറഞ്ഞാലാണ്, എത്ര പാടിയാലാണ്, എത്ര ഓർത്താലാണ്, എത്ര കരഞ്ഞാലാണ്. ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, കണ്ണേ നീ ഒന്ന് അടങ്ങ്, കണ്ണേ ഈ കണ്ണുനീരൊന്ന് അടങ്ങ്, ഒന്ന് നിർത്ത് കണ്ണുനീരേ. എന്നിട്ടും അറിയാതെ എന്റെ കണ്ണിൽ നിന്നും എവിടെന്നോ കണ്ണുനീരിങ്ങനെ ഒലിച്ചുകൊണ്ടിരുന്നു ആ റസൂലുള്ളാഹിനെ ഓർക്കുമ്പോൾ. ഒരു ഭാഗം തളർന്നു കിടന്നു പോയി ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു, ആശിഖീങ്ങളുടെ സയ്യിദായ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു പാടി 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 മതിമറന്നു പോയി. അല്ലാഹുവിന്റെ റസൂൽ സ്വപ്നത്തിൽ വന്ന് കണ്ട് തടകിയപ്പോൾ തന്റെ പക്ഷാഘാതം മാറി എഴുന്നേറ്റു വന്ന ഇമാം ബൂസൂരി തങ്ങൾ, ആ റസൂലുള്ള ഇല്ലാതെ നാമില്ല സഹോദരങ്ങളെ. ആ പ്രവാചകനില്ലാതെ നാമില്ല. ഞാനെന്ന വ്യക്തിയില്ല, നിങ്ങളെന്ന സമൂഹമില്ല, മുള്ളംകുന്നെന്ന മഹലില്ല, പ്രപഞ്ചമില്ല, ഒരു മൺതരി പോലും അല്ലാഹുവിന്റെ റസൂലില്ലാതെയില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഞാൻ ആരെന്നറിയോ നിങ്ങൾക്ക്? അല്ലാഹുവിനെ പറ്റി അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതുപോലെ, നൂറുൻ അലാ നൂർ. അല്ലാഹ് എന്ന് പറഞ്ഞാൽ ആരാ? പ്രപഞ്ചരക്ഷിതാവായ അല്ലാഹു എന്ന് പറഞ്ഞാൽ ആരാ? അല്ലാഹുവിന്റെ ഖുർആൻ
അള്ളാഹുവിന്റെ ജലാലിയത്തായ അള്ളാഹുവിന്റെ സിഫത്തിന്റെ ഏറ്റവും വലിയ വശ്യരൂപമായ അള്ളാഹുവിന്റെ നൂറിനെ കുറിച്ച് പറയുന്നു ഖുർആൻ. നൂറുൻ അലാ നൂർ. അല്ലാഹ് എന്ന് പറഞ്ഞാൽ ആരാ? അല്ലാഹ് എങ്ങനെയായിരിക്കുന്നത്? പ്രകാശത്തിന്റെ മേൽ പ്രകാശം, പ്രകാശത്തിന്റെ മേൽ പ്രകാശം. ആ പ്രകാശത്തിന്റെ പ്രൗജ്വല പ്രഭാവലയം കൊണ്ട് അള്ളാഹുവിന്റെ നൂറാകുന്ന അള്ളാഹുവിന്റെ സവിശേഷതയാകുന്ന ആ പ്രകാശത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്തെന്നറിയോ? അള്ളാഹു പ്രകാശമാണ്, അള്ളാഹു നൂറാൻ. അനമിൻ നൂരില്ലാഹ്. ഞാൻ ആരെന്നറിയോ? ഞാൻ അള്ളാഹുവിന്റെ പ്രകാശത്തിന്റെ ഒരു കണികയാണ് ഞാൻ. അനമിൻ നൂരില്ലാഹ്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞെന്തെന്നറിയോ? വകുല്ലു ശൈഇൻ മിൻ നൂരി. ഈ പ്രപഞ്ചത്ത് കാണുന്ന മുഴുവൻ സൂര്യനല്ല, നക്ഷത്രമല്ല, ആകാശമല്ല, പർവ്വതങ്ങളല്ല, ഭൂമിയല്ല, സകല മനുഷ്യരടക്കം പക്ഷിമൃഗാദികൾ, സസ്യലതാദികളടക്കമുള്ള സർവചരാചരങ്ങളുമുണ്ടല്ലോ. ഏറ്റവും വലിയ സൗന്ദര്യത്തിന്റെ ഉടമയായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പോലുമുണ്ടല്ലോ. വകുല്ലു ശൈഇൻ മിൻ നൂരി. എല്ലാം എന്റെ പ്രകാശത്തിൽ നിന്നുള്ളതാ. ഞാനോ എന്റെ റബ്ബിന്റെ പ്രകാശത്തിൽ നിന്നുള്ളതാ. ആ റസൂലുള്ള. എങ്ങനെയാ റസൂലുള്ളാഹിനെ നാം മനസ്സിലാക്കേണ്ടത് സഹോദരങ്ങളെ? എപ്പോഴാ റസൂലുള്ള ഈ ഭൂമുഖത്ത് ഭൂജാതനായത്? ഏതെല്ലാം ഗ്രന്ഥങ്ങളിലാ അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി പറയുന്നത്? അല്ലാഹുവേ, അത് മനസ്സിലാക്കാനുള്ള ഖൽബ് ഞങ്ങൾക്ക് തരണേ റബ്ബേ. റസൂലുള്ള ഇല്ലെങ്കിൽ ഇന്ന് മദീനയില്ല സഹോദരങ്ങളെ. റസൂലുള്ള ഇല്ലെങ്കിൽ ഇന്ന് കഅബാലയമില്ല സഹോദരങ്ങളെ. റസൂലുള്ള ഇല്ലെങ്കിൽ നമുക്ക് സുജൂദില്ല, റുകൂഇല്ല, ഒന്നുമില്ല. അല്ലാഹു എന്ന് പറയുന്ന ഒരു മണിമുത്ത്. അല്ലാഹു തന്നെ പറയുന്നുണ്ട്, ഞാൻ ഒളിഞ്ഞിരിക്കുന്ന ഒരു ചിപ്പിയായിരുന്നു ഞാൻ. എന്നെ എല്ലാവരും അറിയണമെന്ന് ഞാൻ ആഗ്രഹിച്ചപ്പോൾ ഞാൻ ആദ്യമായിട്ട് പടച്ചതെന്റെ റൂഹ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, അല്ലാഹുവിന്റെ റസൂലില്ലെങ്കിൽ നമ്മൾ ആരുമില്ല സഹോദരങ്ങളെ. ഈ യാഥാർത്ഥ്യമാണ് ഹബീബിലേക്ക് നമ്മളെ ചേർക്കുന്നത്. അല്ലാഹുവേ, ആ ഹബീബിലേക്ക് ഞങ്ങളെ ചേർക്കണേ തമ്പുരാനെ. ഹബീബിലേക്ക് ഞങ്ങളെ ചേർക്കണേ തമ്പുരാനെ. ഡാർക്ക് ഏജ്, ഇരുണ്ട യുഗം. സ്വന്തം ഉമ്മയെയും മകളെയും കൊണ്ട് കച്ചവടം ചെയ്തിട്ട് കാശ് മേടിച്ചിട്ട് തന്റെ ആവശ്യങ്ങൾ തീർക്കുന്ന ഇരുണ്ട യുഗം, ഡാർക്ക് ഏജ് എന്ന് സാഹിത്യകാരന്മാർ വിശേഷിപ്പിച്ച ഒരു വല്ലാത്ത കാലഘട്ടം. ജീവിച്ചിരിക്കുന്ന മൃഗത്തിന്റെ ശരീരത്തിൽ നിന്നും പച്ചയായിട്ട് ഇറച്ചി വെട്ടിയെടുത്തിട്ട് കറി വെച്ച് ഭക്ഷിക്കുന്ന ഇരുണ്ട യുഗം. ജനിച്ചു പോയതിന്റെ പേരിൽ, പെൺകുഞ്ഞായി പോയതിന്റെ പേരിൽ പെൺകുഞ്ഞിനെ ജീവനോടെ കുഴിച്ചു മൂടുന്ന ഇരുണ്ട യുഗം. എവിടെയും കൊലകൾ, എവിടെയും അക്രമങ്ങൾ, എവിടെയും അരാജകത്വങ്ങൾ, എവിടെ നോക്കിയാലും കൊല്ലയും കുളയും, എവിടെ നോക്കിയാലും അനീതിയുടെ അന്ധകാരം. കഅബാലയം അന്നും ഉണ്ടായിരുന്നു. കഅബാലയമല്ല പ്രപഞ്ചത്തിന് വെളിച്ചം നൽകിയത്. കഅബാലയത്തിന്റെ മുന്നിലാണ് മനുഷ്യന് ബലി കൊടുത്തത്. സ്വന്തം മകനെ കൊണ്ടുപോയി കഴുത്തറുത്തിട്ട് തന്റെ മുന്നിലിരിക്കുന്ന ബിംബങ്ങൾക്ക് ബലി കൊടുത്തത് കഅബാലയത്തിന്റെ മുന്നിലാണ്. നാം ആഗ്രഹിച്ച് കാണാൻ പോകുന്ന കഅബാലയത്തിന്റെ അകത്ത് മുഴുവനും വിഗ്രഹങ്ങൾ. ഈ ഒരു കാലഘട്ടത്താണ് ലോകത്തിന്റെ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വല്ലാത്ത ചരിത്രമാണ്. മുഴുവൻ ബിംബങ്ങളും മുഴുവൻ വിഗ്രഹങ്ങളും ഇസ്രയും കൈസറും എല്ലാം തച്ചുടയ്ക്കപ്പെട്ട വല്ലാത്തൊരു ജന്മം. ആമിന ബീവിയുടെയും അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന്റെയും ജീവിതത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വല്ലാത്ത ഗന്ധം. ആ സുഗന്ധം ഈ ലോകത്ത് ഭൂമുഖത്ത് പിറന്നു വീണപ്പോൾ സർവചരാചരങ്ങളും സർവ നഷ്ടങ്ങളും സർവ ഇരുളുകളും വെളിച്ചമായി പോകുന്ന ഒരു വല്ലാത്ത സംവിധാനം. അല്ലാഹുവിന്റെ റസൂൽ ഈ ഭൂമുഖത്ത് പിറന്നു വീണപ്പോൾ മക്കക്കാര് വിറച്ചുപോയി. അതിന്റെ അകത്തുള്ള വിഗ്രഹങ്ങൾ വിറയ്ക്കാൻ തുടങ്ങി. ഇസ്രയും കൈസറും കൊട്ടാരങ്ങളും ഗോത്രങ്ങളും എല്ലാം തച്ചുടഞ്ഞു വീണുപോയി. അല്ലാഹുവിന്റെ റസൂൽ ഭൂമുഖത്ത് പിറന്നു വന്നപ്പോ ഡാർക്ക് മാറി, അത് വൈറ്റേജ് ആകാൻ തുടങ്ങി. ആർക്കും മനസ്സിലായില്ല എവിടെ നിന്നാണ് ഈ പ്രതിഭാസം എന്നാർക്കും മനസ്സിലായില്ല. ആരെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ. ആരെന്നറിയോ? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. മഹാനായ റബീഅ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു റുസ്തം ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ ചെന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. വഇന്നമാ ഉർസില ഇലന്നാസി കഫ.
വഇന്നമാ ഉർസില ഇലന്നാസി കാഫ, ജനങ്ങൾക്ക് മുഴുവനും നിയോഗിക്കപ്പെട്ട ഒരു പ്രവാചകൻ. അങ്ങനെ ഒരു പ്രവാചകനാണ് റുസ്തം ചക്രവർത്തി. മുസ്ലിമീങ്ങളെ പറ്റിയും അല്ലാഹുവിന്റെ റസൂലിനെ പറ്റിയും അപകീർത്തി മാത്രം കേട്ടുകൊണ്ടിരുന്നപ്പോ മഹാനായ റബീഉ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞു, ഇന്നമാ ഉർസില ലിയുഖ്രിജ ഇബാദുല്ലാഹി ജമീഅ മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദില്ലാഹി വഹദ. വിഗ്രഹങ്ങളെ മാത്രം ആരാധിച്ചു കൊണ്ടിരുന്ന ജനങ്ങളോട് അല്ല, വിഗ്രഹങ്ങളല്ല നിങ്ങളുടെ ദൈവം, വിഗ്രഹങ്ങൾക്ക് വേണ്ടിയല്ല നിങ്ങൾ ബലി കൊടുക്കേണ്ടത്, വിഗ്രഹങ്ങളുടെ മുമ്പിലല്ല നിങ്ങൾ തലകുനിക്കേണ്ടതല്ല, ഇലാ ഇബാദത്തില്ലാ, നിങ്ങൾ ആരാധിക്കേണ്ടത് അല്ലാഹുവിനെയാണെന്ന് പറയാൻ വന്ന പ്രവാചകൻ കടന്നു വന്നിട്ടുണ്ട്. മാത്രമല്ല യുഖ്രിജുൻ നാസ ജമീഅൻ മിൻ ളീഖിദ് ദുനിയാ ഇലാ സഅത്തിൽ ആഖിറ, ദുനിയാവിന്റെ ഇടുക്കമല്ല ജീവിതം, ആഖിറത്തിന്റെ വിശാലതയാണ് ജീവിതമെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രവാചകൻ. മുഴുവൻ ദീനുകളുടെയും അക്രമങ്ങളെയും അരാജകത്വത്തിലെയും കെട്ടപ്പെട്ട മനുഷ്യൻ, ജീവിതം എങ്ങനെ മുന്നോട്ട് നീങ്ങുമെന്ന് ഭയപ്പെട്ടുകൊണ്ടിരുന്ന മനുഷ്യൻ, അവനോട് പറഞ്ഞു ദുനിയാവല്ല, ദുനിയാവല്ല, ആഖിറമാണെന്ന് പഠിപ്പിക്കാൻ വന്ന പ്രവാചകൻ. മാത്രമല്ല യഅ്മുറുഹും ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ, നന്മ കൊണ്ട് കൽപ്പിച്ചു അല്ലാഹുവിന്റെ പ്രവാചകൻ. നന്മ ചെയ്യേ, സത്യം പറയേ, കൊല്ലല്ലേ, കൊലപാതകം ചെയ്യല്ലേ, ഒരാളെ നീ വെറുക്കല്ലേ, ഒരു പെണ്ണിനെ നീ ബലാത്സംഗം ചെയ്യല്ലേ, അവളെ വ്യഭിചരിക്കല്ലേ, അവളുടെ മടിക്കുത്തഴിക്കല്ലേ, പലിശ തിന്നല്ലേ, മോഷ്ടിക്കല്ലേ, അപരാധം ചെയ്യല്ലേ, അക്രമം ചെയ്യല്ലേ പഠിപ്പിക്കാൻ വന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. വീണ്ടും പറയുന്നു വയുഹില്ലു ലഹുമുത് ത്വയ്യിബാത്ത്, നല്ല കാര്യങ്ങളൊക്കെ ഹലാലാക്കി തന്ന പ്രവാചകൻ. വയുഹദ്ദിമു അലൈഹിമുൽ ഖബായിസ, മോശം കാര്യങ്ങൾ ചെയ്യല്ലേ എന്ന് പറയാൻ പഠിപ്പിച്ച പ്രവാചകൻ. വയല്ലാഹു അൻഹും ഇസ്റാലഹും ഇലാ ലദ്ദതി കാന അലൈഹിം, ഏത് പാവപ്പെട്ടവന്റെ മേലും സമാശ്വാസത്തിന്റെ വചനങ്ങളുമായി വന്ന പ്രവാചകന്റെ വാക്കുകൾ രാജാവ് കേട്ടുകൊണ്ടിരുന്നപ്പോൾ ആ റസൂലുള്ള ഇല്ലായിരുന്നെങ്കിൽ ഇന്നും നാമൊക്കെ ജനിച്ചു വീഴും. ആ റസൂലുള്ള ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ റസൂലുള്ള ഭൂമിയിൽ വരാതെ ആകാശമണ്ഡലങ്ങളിൽ അല്ലാഹു ഒതുക്കി വെച്ചിരുന്നെങ്കിൽ ഇന്നും ഞാനും നിങ്ങളൊക്കെ ജനിച്ചു വീഴും. പക്ഷേ ഇങ്ങനെ ഒരു പ്രഭാഷണം ഉണ്ടാവില്ല, ഇങ്ങനെ ഒരു പള്ളി ഉണ്ടാവില്ല, ഖുർആന്റെ വെളിച്ചം ഉണ്ടാവില്ല, ജാഹിലിയത്തിന്റെ അരാജകത്വത്തിന്റെ അരങ്ങ് വാഴുന്ന അധാർമികതയുടെ അരങ്ങിൽ ഞാനും നിങ്ങളും ജീവിക്കേണ്ടി വന്നേനെ. ഇല്ല, അങ്ങനെയല്ല, അങ്ങനെ നടക്കാനല്ല അല്ലാഹു നമ്മെ സൃഷ്ടിച്ചത്. പിടിക്കാനൊരു കൈ അല്ലാഹു തന്നു, വിളിക്കാനൊരു പേര് അല്ലാഹു തന്നു, ചെല്ലാനൊരു ഇടം അല്ലാഹു തന്നു, വിളിക്കാനും പാടാനും നമുക്ക് സന്തോഷിക്കാനും ഒരു നാമം അല്ലാഹു നമുക്ക് തന്നു. അതാണ് ഈ ലോകത്തിന്റെ ചക്രവർത്തി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ആ റസൂലുള്ള ആരാ? ഇന്ന് മദീനയില്ലാത്ത യസ്രിബ് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്ത് യസ്രിബായി നിന്നേനെ. ഇന്നും മദീനയിൽ ആളുകൾ ഇങ്ങനെ ഒഴുകുന്നത് എന്തെന്നറിയോ? മദീനയിലൂടെ നടക്കുമ്പോ സമാധാനത്തോടുകൂടി നടക്കുന്നത് എന്തെന്നറിയോ? അവിടെ ചെന്നിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് പറയുമ്പോ അറിയാതെ കണ്ണുനീര് കവിൾത്തടങ്ങളിലൂടെ വരുന്നത് എന്തെന്നറിയോ? അതേ സഹോദരാ, അവിടെ ഒരു മനുഷ്യൻ കിടപ്പുണ്ട്, അവിടെ ഒരു മനുഷ്യൻ കിടപ്പുണ്ട്. അത് ലോകത്തിനെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ മനുഷ്യനാണ്. ഞാനും നിങ്ങളും, ഉമ്മയും വാപ്പയും മകളും കുടുംബവും കൂട്ടുകുടുംബങ്ങളും സന്തോഷങ്ങളും കല്യാണങ്ങളും വിജയങ്ങളും പരാജയങ്ങളും പരീക്ഷണങ്ങളും ദുനിയാവും കച്ചവടവും എല്ലാം ഇവിടെ ഒരുക്കി തരാൻ കാരണക്കാരനായ ലോകത്തിന്റെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ. ആ റസൂലുള്ള ഇല്ലാതെ എങ്ങനെയാ നമ്മൾ മദ്ഹ് പാടുന്നത്? ആ റസൂലുള്ള ഇല്ലാതെ എങ്ങനെയാണ് ഈ ഭൂമിയിൽ മദ്ഹുകൾ പാടുന്നത്? ആകാശത്തൂടെ പറവകൾ പാറിപ്പറക്കുന്നത്, റോഡിലൂടെ വാഹനങ്ങൾ സഞ്ചരിക്കുന്നത്, സമുദ്രത്തിലൂടെ മത്സ്യങ്ങൾ നീന്തി തുടിക്കുന്നത്. ആ റസൂലുള്ള ഇല്ലാതെ എങ്ങനെയാണ് നമുക്ക് പുഞ്ചിരിക്കാൻ കഴിയുക? നാം അതറിയുന്നില്ല, നാം അത് ചിന്തിക്കുന്നില്ല. ആ ലോകത്തിന്റെ നായകൻ എങ്ങനെയെന്ന് റസൂലുള്ള എന്നറിയോ? എന്തുകൊണ്ടാണ് മുഅ്മിനിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നതെന്നറിയോ? എന്റെ ഉമ്മത്തെ, എന്റെ സമുദായമേ, നിങ്ങളിൽ ഒരാൾ പോലും നരകത്തിന്റെ ഒക്കത്ത് നിന്നാൽ
നിങ്ങൾ ഒരാൾ പോലും സ്വർഗത്ത് കയറാതെ മാറി നിന്നാൽ ആ സ്വർഗം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ ലോകത്തിന്റെ ഒരേ ഒരു നേതാവ്. അല്ലാഹുവേ, എന്റെ ഉമ്മത്തിൽ നിന്ന് ഒരാൾ നരകത്ത് വീണാൽ എനിക്ക് ആ സ്വർഗത്ത് പ്രവേശിക്കണ്ടെന്ന് പറഞ്ഞ ലോകത്തിന്റെ നേതാവ് നമുക്ക് വേണ്ടി പൊട്ടിക്കരയാൻ, അല്ലാഹുവിന്റെ മുമ്പിൽ നമുക്ക് വേണ്ടി, നീതിക്ക് വേണ്ടിയിട്ട്, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, നമ്മുടെ വിജയത്തിന് വേണ്ടിയിട്ട് സ്വന്തം റൂഹിന്റെ വേദന പോലും ഏറ്റെടുക്കാൻ തയ്യാറായ പ്രവാചകനാ. സഹോദരങ്ങളെ, സഹോദരങ്ങളെ, അസ്റായീൽ വന്നു പറഞ്ഞല്ലോ നബിയേ, അങ്ങയുടെ റൂഹ് പിടിക്കാൻ പോവുകയാണ് നബിയേ. അസ്റായീലിനോട് അല്ലാഹു പറഞ്ഞു, അസ്റായീൽ ഖഫിഫ് യാ അസ്റായീൽ, മെല്ലെ പിടിക്ക്, എന്റെ റൂഹ് മെല്ലെ പിടിക്ക് അസ്റായീൽ. ഇല്ല നബിയേ, ഇതിനേക്കാൾ മെല്ലെ ഒരു റൂഹ് ഞാൻ പിടിച്ചിട്ടില്ല നബിയേ. ഇതിനേക്കാൾ ആശ്വാസത്തോടെ ഒരു റൂഹ് ഞാൻ പിടിച്ചിട്ടില്ല നബിയേ. അസ്റായീൽ, ഇന്നലിൽ മൗതി ലസക്രാത്ത്, ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാലയെടുത്ത് ചാർത്തിയപ്പോ കരയാത്ത പ്രവാചകനാ. ത്വായിഫിന്റെ മണ്ണിൽ കൊച്ചു കുഞ്ഞുങ്ങൾ കല്ലുവാരി എറിഞ്ഞപ്പോ കരയാത്ത പ്രവാചകനാ. കൊച്ചുകുട്ടികൾ പോലും ചീത്ത വിളിച്ച് ഭ്രാന്താന്ന് വിളിച്ചപ്പോ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വരാത്ത പ്രവാചകനാ. അല്ലാഹുവേ, എന്തൊരത്ഭുതമാണ് റബ്ബേ. ഉഹുദിന്റെ രണാങ്കണത്തിൽ പല്ലിന് പോറലേറ്റ് പല്ലടർന്നു പോയപ്പോ വിതുമ്പാത്ത പ്രവാചകനാ. ആ റസൂലുള്ളാഹി അസ്റായീലിനോട് ചോദിക്കുകയാ, അസ്റായീൽ, എനിക്ക് ഈ വേദനയാണെങ്കിൽ, എന്റെ റൂഹ് പിടിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന വേദന ഇതാണെങ്കിൽ എന്റെ ഉമ്മത്തിന്റെ വേദന എങ്ങനെയായിരിക്കും അസ്റായീൽ? എന്റെ ഉമ്മത്തിന്റെ വേദന എങ്ങനെയായിരിക്കും അസ്റായീൽ? നബിയേ, അവരുടെ കാര്യം കഷ്ടമാണ് നബിയേ, നബിയേ, അവരുടെ കാര്യം കഷ്ടമാണ് നബിയേ. ഇന്നലിൽ മൗതി ലസക്രാത്ത്, മരണത്തിന് വേദനയുണ്ടെന്ന് പറഞ്ഞ പ്രവാചകൻ അസ്റായീലിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, എന്നാൽ അസ്റായീൽ, ആ വേദന എന്റെ ഉമ്മത്തിന്റെ മുഴുവനും വേദന എനിക്ക് തരൂ അസ്റായീൽ. എന്റെ ഉമ്മത്തിന്റെ മുഴുവൻ വേദന എനിക്ക് തരൂ അസ്റായീൽ. അവരെ വേദനിപ്പിക്കല്ലേ അസ്റായീൽ, അവരെ വേദനിപ്പിക്കല്ലേ അസ്റായീൽ. മോളെ കുറിച്ചല്ല, ഫാത്തിമ ബീവിയെ കുറിച്ചല്ല പ്രിയമുള്ളവരെ പറഞ്ഞത്, ഖദീജ ബീവിയെ കുറിച്ചല്ല പ്രിയമുള്ളവരെ പറഞ്ഞത്, സ്വന്തം മക്കളെ കുറിച്ചല്ല പ്രിയമുള്ളവരെ പറഞ്ഞത്. എന്നെയും നിങ്ങളെയും ഓർത്ത് അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞ ഒരു രംഗമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വേണ്ട അസ്റായീൽ, എന്റെ ഉമ്മത്തിനെ വേദനിപ്പിക്കല്ലേ അസ്റായീൽ. ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ. എങ്ങനെയാണ് മദ്ഹ് പാടാതിരിക്കുക? എങ്ങനെയാണ് മൗലിദ് പാടാതിരിക്കുക? എങ്ങനെയാണ് കരയാതിരിക്കുക? എങ്ങനെയാണ് മദീനയിലൊന്ന് ചെല്ലാതിരിക്കുക? സഹോദരങ്ങളെ, സഹോദരങ്ങളെ, ലോകത്തിന്റെ നായകനില്ലെങ്കിൽ പിന്നെ എന്ത് ശഫാഅത്താണ്? അല്ലാഹുവേ, ഞങ്ങളെ മുത്തിനെ ഒന്ന് കാണാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാഹ്, നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാഹ്. ഇത്രയും അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ ഇഷ്ടപ്പെട്ടു. പകരം കൊടുക്കാൻ കേവലം ഒരു മങ്കൂസ് മൗലിദ് മതിയോ സഹോദരാ? കേവലം ഒരു റാത്തീബ് മതിയോ സഹോദരാ? സ്കാരത്തിന് ശേഷമുള്ള 3 സ്വലാത്ത് മതിയോ സഹോദരാ? എന്തു കൊടുത്താലാണ് മതിയാവുക? എന്തു കൊടുത്താലാണ് മതിയാവുക? ലോകത്തിന്റെ നേതാവാരെന്നറിയോ? ലോകത്തിന്റെ
ലോകത്തിന്റെ പ്രവാചകൻ ആരെന്നറിയോ? ആന്റെ റസൂല് പറയാണ്, അന സയ്യിദു വലദി ആദമാ, അന സയ്യിദു വലദി ആദമാ, ആദം സന്തതികളുടെ നേതാവാണ് ഞാൻ. യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ആദം സന്തതികളുടെ നേതാവാണ് ഞാൻ. വലാ ഫഖ്റ, ഞാൻ അഹങ്കാരം പറയല്ല. പ്രപഞ്ചത്തിലുള്ള മുഴുവൻ സൃഷ്ടികളുടെയും നേതാവ് ഞാനാണ്. വലാ ഫഖ്റ, അഹങ്കരിക്കുകയല്ല. വബിയദി ലിവാഉൽ ഹംദി, എന്റെ കയ്യിലാണ് ലിവാഉൽ ഹംദ് എന്ന പതാക. മഹ്ശറാവൻ സഭയിൽ എല്ലാവരും നിൽക്കുമ്പോ എന്റെ റബ്ബ് എന്റെ കയ്യിലാണ് പതാക തരിക. വലാ ഫഖ്റ, ഞാൻ അഹങ്കാരം പറയുകയല്ല. വമാ മിൻ നബിയ്യിൻ യൗമഇദിൻ ആദമു ഫമൻ സിവാഹു ഇല്ലാ തഹത ലിവാഇ, ആദം മുതലുള്ള സർവ്വചരാചരങ്ങളും എന്റെ പതാകയുടെ കീഴിലായിരിക്കും. വലാ ഫഖ്റ, ഞാൻ അഹങ്കാരം പറയുകയില്ല. മാത്രമല്ല സ്വഹാബാ, വഅന അവ്വലു മൻ തശഖു അൻഹുൽ അർള് വലാ ഫഖ്റ, ഭൂമിയിൽ നിന്ന് ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറന്ന കാഹളമോതുമ്പോ ഖബറിൽ നിന്ന് ആദ്യം എഴുന്നേക്കുന്ന ആള് ഞാനാണ് സ്വഹാബാ. അല്ലാഹുവേ, അന്ന് ഞങ്ങൾക്ക് കൈപിടിക്കാൻ തൗഫീഖ് തരണേ റബ്ബേ, അന്ന് ഞങ്ങൾക്ക് തൗഫീഖ് തരണേ റബ്ബേ. റസൂലുള്ളാഹിന്റെ മദ്ഹ് പാടാനുള്ള മാസമാണ് സഹോദരങ്ങളെ. ഓരോ വീട്ടിലും ഓതിയില്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖൽബ് വേദനിക്കും. എന്റെ മദ്ഹ് ഓതിയ വീട്, ഒരു തെറ്റ് ഞാൻ ചെയ്യുമ്പോ, ഒരു നുണ ഞാൻ പറയുമ്പോ, ഒരു തെറ്റ് ചെയ്യുമ്പോ റൗള കിടുങ്ങുന്നുണ്ട് പ്രിയമുള്ളവരെ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ കരയുന്നുണ്ട് പ്രിയമുള്ളവരെ. എന്റെ ഉമ്മത്തിൽ നിന്ന് സംഭവിച്ചു പോകുന്നല്ലോ റബ്ബേ. ഉദ്കുറൂ മഹാസിന മൗതാകും, നിങ്ങൾ മരിച്ചവരുടെ നന്മ പറയണേ, നിങ്ങൾ മരിച്ചവരുടെ നന്മ പറയണേ. ഭൂമുഖത്ത് വഫാത്തായി പോയതിൽ ഇത്രയേറെ നന്മ പറയാൻ ആരാണ് പ്രിയമുള്ളവരെ ഈ പ്രപഞ്ചത്തിലുള്ളത്? ഇതാണ് നമ്മൾ പാടുന്നത്. അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ദേഹമുള്ളവർ ഒന്ന് കരയും. നബിയേ, അന്ത ഉമ്മുൻ യാ റസൂലല്ലാഹ്, ഉമ്മയാണ് നബിയേ. ഒരു ഉമ്മയ്ക്ക് തരാൻ പറ്റാത്ത സ്നേഹം അങ്ങ് ഞങ്ങൾക്ക് തന്നു നബിയേ. അബൂ, അല്ലാതോ വാപ്പയാണോ നബിയേ? റസൂലുള്ളാഹിന്റെ സ്നേഹം കണ്ടിട്ട്, റസൂലുള്ളാഹിന്റെ സ്നേഹം കണ്ടിട്ട് മഹാന്മാര് പാടിയതാണ്. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പാടിയതാണ്. ഓരോ വരികൾക്കും ചരിത്രമുണ്ട്, ഓരോ വരികൾക്കും ചരിത്രമുണ്ട്. പെരുന്നാളിന്റെ ദിനത്തിൽ ആയിഷാ ബീവിയും റസൂലുള്ളാഹിയും ഭക്ഷണം കഴിച്ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഇറങ്ങി വീട്ടിൽ നിന്ന് പള്ളിയിൽ പോകുന്ന വേളയിൽ അനാഥനായ ഒരു ബാലൻ നിന്ന് വിതുമ്പിക്കൊണ്ട് കരയുകയാണ്. അനാഥനായ ഒരു ബാലൻ വിതുമ്പിക്കൊണ്ട് കരയുകയാണ്. മറ്റുള്ള സ്ഥലങ്ങളിൽ കുഞ്ഞുങ്ങൾ സന്തോഷത്തോടെ ചിരിക്കുമ്പോ ഒരു പൊന്നുമോൻ ഇങ്ങനെ കരഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചെന്ന് കൈപിടിച്ചു, മോനെ നീ എന്താണ് ഇങ്ങനെ നിൽക്കുന്നത്? വാപ്പയില്ല നബിയേ, എനിക്ക് ഉമ്മയില്ല നബിയേ, നീ വീട്ടിൽ വാ. കൊണ്ടുപോയി ആയിഷാനെ വിളിച്ചു. ആയിഷ, നമ്മുടെ മോൻ വരുന്നുണ്ട്. ആയിഷ, അതിഥി വരുന്നല്ല പറഞ്ഞത്, ഒരു കുട്ടിയെന്നല്ല പറഞ്ഞത്, വഴിയിലൊരു ചെക്കനെ കിട്ടിയെന്നല്ല ആയിഷ ബീവിയോട് പറഞ്ഞു. ആയിഷ, ഒരു മോൻ വരുന്നുണ്ട്. ആയിഷ, നമ്മുടെ മോനെത്തിയിട്ടുണ്ട്. ആയിഷ, കുളിപ്പിക്കുക. ആയിഷ, പുതിയ വസ്ത്രം ഉടുപ്പിക്കുക. ആയിഷ, ഇവിടെയാണ് അല്ലാഹുവിന്റെ റസൂൽ ഉമ്മയായത്, ഇവിടെയാണ് അല്ലാഹുവിന്റെ റസൂൽ വാപ്പയായത്. മോനെ, ഞാനാണ് നിന്റെ വാപ്പ, ഞാനാണ് നിന്റെ ഉമ്മ. ആയിഷ, നല്ല വസ്ത്രം കൊടുക്കുക. ആയിഷ, നല്ല വസ്ത്രം കൊടുക്കുക. ആയിഷ, ഇങ്ങനെ ചരിത്രം പറയാൻ നന്മയുള്ള മനുഷ്യൻ ആരുണ്ട് പ്രിയമുള്ളവരെ?
കുളിപ്പിച്ചൊരുക്കി കയ്യിൽ പിടിച്ച് വാപ്പ കൊണ്ടുപോകുന്നതിനേക്കാൾ ഭംഗിയായിട്ട് പുറത്തിറങ്ങിയപ്പോ കുട്ടികളുടെ ഇടയിൽ ഓടിയ കൊച്ചു കുഞ്ഞു കൂട്ടുകാരെ വിളിച്ച് എനിക്ക് വാപ്പയെ കിട്ടി. എന്റെ വാപ്പ മരിച്ചിട്ടില്ല, എന്റെ ഉമ്മ മരിച്ചിട്ടില്ല. ഉമ്മന് അം അബൂ മാറൈനാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. അല്ലാഹുവിന്റെ റസൂൽ, ആ റസൂലുള്ളാഹിനെ പറ്റി മദ്ഹ് പാടാത്ത റബീഉൽ അവ്വലിന് എന്ത് ഭംഗിയാണ് സഹോദരങ്ങളെ. വേണ്ടെന്ന് പറഞ്ഞോട്ടെ, അത് ബിദ്അത്ത് പറഞ്ഞോട്ടെ, അത് ശിർക്കെന്ന് പറഞ്ഞോട്ടെ, സുന്നത്ത് ജമാഅത്തിന്റെ മുസ്ലിമീങ്ങളായി മുഅ്മിനീങ്ങളായി നിലകൊള്ളുന്നവർക്ക് എങ്ങനെയാ ഇല്ലെന്ന് പറയാൻ കഴിയുക? അല്ലാഹുവിന്റെ റസൂൽ സാധാരണ മനുഷ്യനെന്ന് എങ്ങനെയാ മനുഷ്യ നാവ് കൊണ്ട് പറയാനാവുക? എങ്ങനെയാണ് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നത്? അല്ലാഹുവേ സ്വഹാബാക്കളെല്ലാം ഇങ്ങനെ ഇരിക്കുക, സ്വഹാബാക്കളെല്ലാം ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് പല സഹാബാക്കളും അഭിപ്രായം പറയുന്നുണ്ട്, പല പ്രവാചകന്മാരെ പറ്റിയും അഭിപ്രായം പറയുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്, ജലസനാസുൻ മിൻ സുഹാബി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബാക്കൾ മദീന പള്ളിയിൽ ഇങ്ങനെ ഇരുന്നു. വഖാല ബഅദുഹും, ചിലരിങ്ങനെ പറയാൻ, അജബൻ, അത്ഭുതം തന്നെ, അത്ഭുതം തന്നെ, ഇന്നല്ലാഹ ഇത്തഖദ ഇബ്രാഹീമ ഖലീല, ഇബ്രാഹിമിനെ ഖലീലായിട്ട് അള്ളാന്റെ ഫ്രണ്ട് കൂട്ടുകാരനായിട്ട് തന്നെ. ഭയങ്കര സഹാബാക്കൾ പരസ്പരം പറയാണ്, ഇബ്രാഹിമൻ തീരഞ്ഞിട്ട് രക്ഷപ്പെട്ടപ്പോ ഭയങ്കരം തന്നെയാണ്. ചില ആളുകൾ പറഞ്ഞു അങ്ങനെയല്ല, ഫഈസ കലിമത്തുല്ലാഹി വറൂഹുഹു. എങ്ങനെയാ ഈസാ നബിയുടെ കാര്യം അത്ഭുതം തന്നെയാണ്. ഉമ്മ ഇല്ല, ഉമ്മ മാത്രം, വാപ്പ ഇല്ലാതെ ഭൂമിയിൽ പിറന്നു. അള്ളാഹിന്റെ റൂഹ്, മറിയമിന്റെ വയറ്റിൽ അള്ളാഹുവിന്റെ റൂഹ് അങ്ങട്ട് ജിബ്രീൽ ഊതിയിട്ട് പുറത്തു. ഭയങ്കര അത്ഭുതം. കൊച്ചിലെ സംസാരിച്ചു, അജബൻ നജബ, ഭയങ്കരം ഭയങ്കരം. ആ സമയത്താണ് ഇതെല്ലാം വാതിൽ പടിയിൽ നിന്ന് കേട്ട പ്രവാചകൻ കടന്നു വന്നു. ഫഖറജ അലൈഹിം, അല്ലാഹുവിന്റെ റസൂല് ആ സ്വഹാബാക്കളുടെ ഇടയിൽ കടന്നു വന്നു. ഫസല്ലമ, സലാം പറഞ്ഞു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയാ, ഖദ് സമീഅതു കലാമക്കും, ഞാൻ നിങ്ങളുടെ വാക്കുകൾ കേട്ടു, നിങ്ങളുടെ സംസാരങ്ങളൊക്കെ ഞാൻ കേട്ടു. അലാ, അറിയണേ സ്വഹാബാ, വഅന ഹബീബുല്ലാഹ്, ഖലീലല്ല, ഖലീലല്ല, മസീഹല്ല, റൂഹല്ല, ഒന്നുമല്ല ഞാൻ. പക്ഷേ ഞാൻ ആരെന്നറിയോ സഹാബാ? അതിനേക്കാൾ മുന്തിയ മനുഷ്യനാ. വഅന ഹബീബുല്ലാഹ്, അല്ലാഹുവിന്റെ സ്നേഹിതനാണ് ഞാൻ സഹാബാ. എന്തൊരു അഭിമാനത്തോടെ അല്ലാഹുവിന്റെ റസൂൽ ഹബീബ്. ആർക്ക് പറയാൻ കഴിയും സഹോദരങ്ങളെ? അള്ളാന്റെ റസൂലിനല്ലാതെ ആർക്ക് പറയാൻ കഴിയും? അന ഹബീബുല്ലാഹ്, ഞാൻ അള്ളാന്റെ ഇഷ്ട സ്നേഹിതൻ. ഖലീലിനേക്കാൾ, റൂഹിനേക്കാൾ, മസീഹിനേക്കാൾ അള്ളാഹുവായിട്ട് ഇങ്ങനെ. ഞാനും എന്റെ റബ്ബും അമ്പും വില്ലും അടുക്കുന്നത് പോലെ അടുത്തു. ആർക്ക് പറയാൻ കഴിയും? മൂസാ നബി വിചാരിച്ചിട്ട് കാണാത്ത, ഈസാ നബി വിചാരിച്ചിട്ട് കാണാത്ത പ്രപഞ്ചനാഥനെ നേരിട്ട് കണ്ട അല്ലാഹുവിന്റെ റസൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അന അവ്വലു മൻ യുഹ്രിഖുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ വളയം, സ്വർഗ്ഗത്തിന്റെ വാതിൽ ആദ്യമായിട്ട് പിടിക്കുന്നത് ഞാനാ. ഫയഫ്തഹുല്ലാഹു ലീ ഫയുദ്ഖിലുഹാ വമഈ ഫുഖറാഉൽ മുഅ്മിനീൻ. അന്റെ റസൂൽ പറയണ കേട്ടോ, ഇതാണ് മദ്ഹ്, ഇതാണ് മൗലിദ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇതാണ് മൗലിദ്. മൗലിദിലെല്ലാം പറയുന്നത് തന്നെയാണ്. അല്ലാഹുവിന്റെ റസൂലാണ് ആദ്യം. നമ്മൾ മംഗൂസ് മൗലിദ് ഓതുമ്പോൾ അറിയാം, ശറഫുൽ അനാം ഓതുമ്പോൾ അറിയാം, അശ്റക ചൊല്ലുമ്പോൾ അറിയാം, അല്ലാഹുവിന്റെ റസൂലിന്റെ ബുറൂദ ചൊല്ലുമ്പോൾ അറിയാം, ഇതാണ് മദ്ഹ്. ഇതിൽ ഒരു ബിദ്അത്തുമില്ല സഹോദരങ്ങളെ,
ഓരോ വീടുകളിലും റബീഉൽ അവ്വൽ 1 പള്ളി വന്ന് ചീരണി കൊടുത്ത് ഒഴിവാവരുത്. വീടുകളിൽ നിങ്ങൾ ചെല്ലണം, കുടുംബവുമായിട്ട് എല്ലാ രാത്രിയും അത് ചൊല്ലാതെ ഉറങ്ങരുത്. അല്ലാഹുവിന്റെ റസൂലിന് കിട്ടുന്ന സന്തോഷമുണ്ടല്ലോ, ഭയങ്കരമാണ്. ഞാനാണ് സ്വർഗത്തിന്റെ വളയമാദ്യം പിടിക്കുന്നത് സ്വഹാബ. ഞാനാണ് ആദ്യമായിട്ട് സ്വർഗത്തിന്റെ വാതിൽ തുറക്കുന്നത്. അല്ലാഹു എന്നെ കൊണ്ടാണ് തുറപ്പിക്കുന്നത്. ആദ്യമാ സ്വർഗത്ത് കാല് വെച്ച് കിടക്കുന്ന മനുഷ്യൻ ഞാനാ. സമ്പന്നനല്ല, എന്റെ കൂടെയുള്ള പണക്കാരനല്ല, എന്റെ കൂടെയുള്ളത് സമ്പത്തിന്റെ ഉത്തുംഗ സോപാനത്തിൽ വിരാജിക്കുന്നവനല്ല. പാവപ്പെട്ടവനുണ്ടല്ലോ സഹാബ, പാവപ്പെട്ടവനുണ്ടല്ലോ സഹാബ, അവൻ എന്റെ കൂടെ ആദ്യമായിട്ട് സ്വർഗത്തിൽ കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വലാ ഫഖ്റാ, അഹങ്കാരം പറയുന്നതല്ല. വനാക്രമുൽ അവ്വലീന വല്ലാഖിരീൻ, ലോകത്തിന്റെ പ്രപഞ്ചത്തിന്റെ ആദ്യത്തെ ആൾ ആദമല്ല, ഞാനാണ് സ്വഹാബ. വല്ലാഖിരീൻ, പ്രപഞ്ചത്തിന്റെ അവസാനത്തെ ആള് ഈസാ നബി അല്ല സ്വഹാബ, അത് ഞാനാണെന്ന് ലോകത്തിന്റെ പ്രവാചകൻ ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. പിന്നെന്താ മൗലായ ചൊല്ലിയ, പിന്നെന്താ അല്ലാഹുവിന്റെ റസൂലിനോട് ഇസ്തിഗാസ തേടിയ. അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചാൽ എന്താ സഹോദരൻ, ധൈര്യമായിട്ട് ഓരോ വീടുകളിലും മുഴങ്ങട്ടെ. റബീഉൽ അവ്വൽ നമ്മുടെ മഹല്ലുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് അങ്ങട്ട് ചൊല്ലിയിട്ട് നമ്മുടെ കണ്ണുകൾ നിറയട്ടെ, ചുണ്ടുകൾ ഇങ്ങനെ ഉതുമ്പട്ടെ. അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് ചൊല്ലി 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 അല്ലാഹുവിന്റെ റസൂലിന്റെ പേരുള്ള മദ്ഹുകൾ ഇങ്ങനെ പാടി 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 അങ്ങനെ മരിക്കാൻ നാഥനായ അല്ലാഹ് ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്, ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്, ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. സഹാബാക്കൾ പാടിയതുപോലെ ഇന്ന റസൂലന സൈഫുൻ യുസ്തലാഉ ബിഹി. ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്ന് പാടിയതാ. അല്ലാഹുവിന്റെ റസൂലിനെ ചീത്ത വിളിച്ചു. എന്റെ വാപ്പ എനിക്ക് കൂടെ കൂടെ പറയാൻ തരാറുണ്ട് ഈ കഥ. ഇങ്ങനെ എപ്പോഴും നബി തങ്ങളെ ഇങ്ങനെ ചീത്ത വിളിക്കും, എപ്പോഴും ഇങ്ങനെ ചീത്ത വിളിക്കും. പരിശുദ്ധ ഇസ്ലാമിനെ ഇങ്ങനെ അങ്ങോട്ട് തെറി വിളിക്കും, പാട്ടുണ്ടാക്കിയിട്ട് പാടി നടക്കും. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെയാണ്, ദീൻ ഇങ്ങനെയാണ്, മോശമാണ്. സഹാബാക്കളോട് പറഞ്ഞു അവനെ തട്ടികളെ കൊന്നുകളയാൻ പറഞ്ഞു. ദീനിനോട് ഇങ്ങനെ കളിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ കൽപ്പനയാണ്, ഓർഡറാണ്, റസൂലുള്ളാഹിന്റെ അല്ല, അള്ളാഹിന്റെ ഓർഡറാണ്, കൊന്നുകളയാൻ പറഞ്ഞു. ഇബ്നു സുഹൈർ അറിഞ്ഞു, രഹസ്യമായിട്ട് വേഷപ്രച്ഛന്നനായിട്ട് ഒരു കരുത്ത കരിമ്പടൊക്കെ പുതച്ച് ആരും കാണാതെ റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഇങ്ങനെ വന്നു. അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ്. വഅലൈക്കും അസ്സലാം. ആരാണ്? കഅബിനെ ഇങ്ങനെ കൊല്ലാൻ വേണ്ടിയിട്ട് ആളയച്ചിട്ടുണ്ടെന്ന് കേട്ടു നബിയെ. ശരിയാണ്, അവൻ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, ദീനിനെ അവൻ വളരെ മ്ലേച്ഛമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. അള്ളാഹിന്റെ ഓർഡറാണ്. നബിയെ, കഅബെങ്ങാൻ അങ്ങയുടെ മുമ്പിൽ വന്ന് മാപ്പ് ചോദിച്ചാ മാപ്പ് കൊടുക്കൂ നബിയെ. ഇപ്പൊ റസൂലുള്ളാഹി ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, വഹി അപ്പൊ വരാൻ, എന്നാ മാപ്പ് കൊടുത്തേക്കാം. പെട്ടെന്നങ്ങട്ട് തന്റെ മുഖത്തുള്ള ഷാള് മാറ്റി. നബിയേ, ഞാനാണ് കഅബ് ഇബ്നു സുഹൈർ. നബിയേ, വിതുമ്പിക്കൊണ്ട് പാടി ഇന്നർ റസൂല ലസൈഫുൻ യുസ്തലാഉ ബിഹി മുഹന്നദും മിൻ സുയൂഫില്ലാഹി മസ്ലൂലു. പാടാൻ തുടങ്ങി. അങ്ങ് ആരെന്നറിയോ നബിയെ? ഞാൻ പാടിയതന്നെ പാടിപ്പിച്ചതാണ് നബിയെ. അബൂജഹലും മുത്തബത്തും കൂടി പാടിപ്പിച്ചതാണ് നബിയെ. അങ്ങ് ആരെന്നറിയോ നബിയെ? ഇന്നർ റസൂല ലസൈഫുൻ യുസ്തലാഉ ബിഹി. ആരാണ് വെട്ടാൻ തുടങ്ങി? കൊല്ലാളെ വിട്ടേക്കല്ലേ? ഇന്നർ റസൂല, അങ്ങ് റസൂലാണ്. ലസൈഫുൻ, അങ്ങ് വാളാണ് നബിയെ. ലസൈഫുൻ യുസ്തലാഉ ബിഹി, തിളങ്ങുന്ന വാളാണ് നബിയെ. മുഹന്നദുൻ, മുഹന്നദുൻ, ഹിന്ദെന്ന് പറഞ്ഞാൽ ഇന്ത്യ. ഇന്ത്യയുടെ വിലതാണ്. സ്വഹാബാക്കൾക്ക് ഇന്ത്യയായിട്ട് ബന്ധമുണ്ടേ.
മുഹന്നദുൻ ഇന്ത്യൻ നിർമ്മിതമായ തിളങ്ങുന്ന വാൾ മുഹന്നദുൻ മിൻ സുയൂഫില്ലാഹി മസ്ലൂലൂ ഊരി പിടിച്ച വാളുമായിട്ട് അങ്ങ് നിൽക്കുന്ന രംഗം കണ്ടാൽ പകച്ചുപോകും. സിംഹവും പുലികളും കടുവകളെല്ലാം പകച്ചുപോകും നബിയേ. അത്രയേറെ ധീരൻ, വിപ്ലവകാരി, അത്രയേറെ സമാധാനത്തിന്റെ ആശ്വാസത്തിന്റെ വചനങ്ങളുമായി കടന്നു വരുന്ന നബിയാണങ്ങ് യാ റസൂലല്ലാഹ്. തന്റെ തോളിൽ കിടക്കുന്ന ഷാളെടുത്ത് കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു ഇട്ടുകൊടുത്തെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിനെ പാടിപ്പുകഴ്ത്തിയ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ സ്റ്റേജ് ഒരുക്കിയിട്ട് മദ് പാടാൻ പറഞ്ഞെങ്കിൽ യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ. അല്ലാഹുവിന്റെ മാലാകമാരും സ്വലാത്ത് ചൊല്ലുന്ന ഒരു നിസ്കാരത്തിന്റെ കാര്യത്തിൽ അല്ലാഹു പറഞ്ഞിട്ടില്ല, നോമ്പിന്റെ കാര്യത്തിൽ അല്ലാഹു പറഞ്ഞിട്ടില്ല, ഹജ്ജിന്റെ കാര്യത്തിൽ അല്ലാഹു പറഞ്ഞിട്ടില്ല. ഒരേ ഒരു കർമ്മമാണ് അല്ലാഹു ചെയ്യുന്നത്, അല്ലാഹുവിന്റെ മാലാകമാര് ചെയ്യുന്നത്. എന്നിട്ട് അല്ലാഹു വിളിച്ചു പറയുകയാണ് യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് മാത്രമല്ല, വസല്ലിമൂ തസ്ലീമാ, സ്വലാത്തും സലാമും എങ്ങനെ? അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. ചൊല്ലാൻ നമുക്ക് റബീഉൽ അവ്വൽ തുടങ്ങുമ്പോ തന്നെ ഹബീബിന് വേണ്ടിയിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് വീടുകളിൽ സ്വലാത്ത് മുഴങ്ങട്ടെ. നടക്കുമ്പോ, വാഹനത്തിൽ പോകുമ്പോ ചൊല്ലു സ്വലാത്ത്. മനുഷ്യ, നിന്റെ ദുഃഖങ്ങൾ, നിന്റെ രോഗങ്ങൾ, നിന്റെ പ്രയാസങ്ങൾ, നിന്റെ പ്രതിസന്ധികൾ, നിന്റെ കടങ്ങൾ, നിന്റെ രോഗങ്ങൾ, എല്ലാ വിഷമങ്ങളും അല്ലാഹു മാറ്റുമെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ